ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസും ഇഷ്യൂസൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ചുകൂടെ അലേർട്ടായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇവിടെ നമ്മളും സേഫാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ലവ് ഫ്രം വയനാട് എന്നെല്ലാം ഒരുപാട് പേരുടെ കമൻറ്റ്സ് വരാറുണ്ട്. അവരെല്ലാവരും അവരുടെ ഫാമിലിയും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചകൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ട്രാവൽ എല്ലാം ചെയ്യുന്നുണ്ട് ട്രെയിനിൽ. അപ്പോൾ ആരും വിചാരിക്കേണ്ട ഇപ്പോൾ ഈ എടുത്താണെന്നുള്ളത്, ആഴ്ചകൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇനിയും പറയാണ് സേഫ് ആയിട്ടിരിക്കുക. മാത്രമല്ല പറ്റണത്രയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. നമ്മളിതും അതിജീവിക്കും. ഹുസ്ന് കളിക്കാല്ലേ രാമൂട്ട? മേരെ ഹുസ്ന് മേരെ പലയിടത്തും ഞാൻ ഇടിച്ച് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ്. While wearing eyeliner in car, very difficult. Car.tv വാങ്ങിച്ചാലോ? ഇത് വേണോ അത് വേണോ? ബോഡി ലോഷൻ ആരാ മേടിച്ചേ? ബോഡി ലോഷൻ ഞാൻ മേടിച്ചൊന്നുമില്ല. ഏറ്റവും വലിയ പൈസയുള്ള സാധനം ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത് ചെയ്യുന്നത് ആരാണ്? പൊടിമഴയായി വന്നു നീ. So how was the class? Are you happy? അതാ ഇനിയും വിശക്കണെന്ന് ഒരു കട മൊത്തം നിന്നിട്ടോളം ഇറങ്ങി വരലാണ്. ഗുഡ് നൈറ്റ് പറയാന്ന് വിചാരിച്ച തീരണൂലേ ദിവസം. എനിക്ക് ഹലോ നീക്ക് എന്താ കേട്ടില്ല? 5 മിനിറ്റ് എത്ര നേരം പറയാൻ തുടങ്ങിയിട്ട്? അരമണിക്കൂറേ. ബാ ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ? ടീച്ചറെ എണീക്ക്. ടീച്ചറേ ഹലോ. ദീപമേ 2 hours later. ഹലോ 5 മിനിറ്റ് കഴിഞ്ഞു. എണീക്ക് പിന്നെ എന്നിട്ടിരിക്ക്. ക്യാമറ ഉണ്ടെങ്കിൽ ഒരു ഗുണിതം അല്ലേ? അല്ലെങ്കിൽ ഇനിയൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 10:45 വരെ നീ കിടന്നുറങ്ങും. അയ്യോ എണീക്കില്ല നീ. എന്നാലും എണീക്ക്. ഇതെന്താ പൊട്ടിപ്പോയാ? ഇവിടത്തെ പാത്രം ശരിയല്ല. ഇവിടത്തെ പാത്രം ശരിയല്ല. എവിടത്തെ പാത്രം എനിക്ക് ശരിയുള്ളു. അപ്പൊ വളർന്നല്ലേ ഉള്ളൂ പാചകത്തിൽ. ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ പോകും. അതൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കണം. ഇത്രയും ഡ്രസ്സെല്ലായിട്ടാണ് പോകുന്നത്. അത് സ്റ്റുഡിയോയിലേക്കല്ല, മോസ്റ്റ്ലി സ്റ്റുഡിയോയിലേക്ക് പോകും. നമ്മൾ ഇത്രയും ഡ്രസ്സുകളായിട്ട് പോകും. കാരണം എന്താ, അപ്പൊ നമുക്കിങ്ങനെ മാറി മാറിയിട്ട് ഷൂട്ട് ചെയ്യാം. അയ്യോ റെഡി ആവാനുണ്ട്. ചുമ കുറവില്ല. ഇവിടെ മാനേജ്. അപ്പൊ നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ 11 മണിക്കാണ് ക്ലാസ്. 11:30ക്കാണ് ക്ലാസ്. അപ്പൊ നമ്മളിപ്പോ ഒരു 10 o'clock കഴിഞ്ഞപ്പോ ഇറങ്ങി ഇവിടുന്ന്. അപ്പൊ ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെയാണ് ഇറങ്ങാറ്. ഈ കോലം ഇവിടുന്ന് ഫ്ലോറിലേക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് അത്രയും ഇല്ല തോന്നല്ലേ? അയ്യോ അതിന്റെ അടുത്ത് ക്ലീനിങ് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആണോ? ഓക്കെ. ക്ലീനിങ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഫ്ലോറിലേക്ക് പോകാനായിട്ട്. അപ്പൊ 11:30 ആകുമ്പോ ക്ലാസ് ഉണ്ട്. അപ്പൊ ആ സമയമാകുമ്പോഴത്തേനും കുട്ടികൾ വരും. അതിന് മുന്നേ നമുക്ക് അവിടെ റെഡി ആയിട്ട് എത്തണം ഗൈസ്. ഈ കോലം എങ്ങനെ ആവുന്നു നോക്കാവൂ ഫ്ലോർ എത്തുമ്പോഴത്തേക്കും. കണ്ടില്ലേ എന്നെ നോക്കി? നീ ഉറങ്ങി എണീച്ച പോലെ. ക്ലൈമറ്റിന്റെ ഗൈസ്. അല്ലാണ്ട് കുളിക്കാത്തോണ്ടോ? ഞാൻ കുളിച്ച് 2 പ്രാവശ്യമോ? ഞാനും കുളിച്ചായിരുന്നു. കണ്ടാ നീ ആകെയാണ് ഉറക്കം വന്നിട്ട്. അതൊന്നുമല്ല, അത് 2 മണിക്കാ ഉറങ്ങാറ്. അതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇന്നൊരു നല്ല സൺഡേ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാം. ഇപ്പില്ലേ ശീലായി. ടഫേന്ന് പറഞ്ഞ് കാറിന്റെ ഉള്ളിൽ മേക്കപ്പ് ചെയ്യും. പണ്ടെല്ലാം പറഞ്ഞ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഒരുങ്ങി വരണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും.
മോയ്സ്ചറൈസർ ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടായിരുന്നു. ഒരു പാട്ട് വെച്ചൂടാ. നീ ഇവിടെ കാർ ഓടിച്ച പ്രശ്നം ഇതാ, സീറ്റെല്ലാം പല സ്ഥലത്താ ഉണ്ടാവുക. സ്റ്റിയറിങ്ങിന് കെട്ടിപ്പിടിക്കുന്ന പോലെ എല്ലാം ഉണ്ടാവും. പിന്നെ എനിക്ക് റോഡ് കാണുന്നുണ്ട്, പലയിടത്തും ഞാൻ ഇടിച്ച് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ്. കുറച്ച് ബാക്കിലേക്ക് ഇട്ട് എനിക്ക് ഒട്ടും റോഡ് കാണൂല. എന്നാലും ഓടിക്കുന്ന എപ്പം പറയലില്ലേ തിരിച്ചങ്ങ് വെക്കുക. നേരത്തെ ഞാൻ തലോണ വെച്ചായിരുന്നു ഗ്യാസാ ഗൈസ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ കുറവുണ്ട്, തലോണ വെക്കാറില്ല. ഇപ്പൊ കുറവുണ്ട്. തലോണ എടുത്ത് മാറ്റി, അതൊരു ഗ്രേറ്റ് ചേഞ്ച് അല്ലേ. ശരി, തലോണ വേണ്ട. അല്ലെങ്കിൽ എന്തല്ലോ ഞാൻ ഏത് വണ്ടിയിലല്ല നമ്മുടെ ഈ വണ്ടി കയറി കഴിയുമ്പോ തലോണ പിന്നൊരു ടെൻഷനാ അതില്ലാന്നുണ്ടെങ്കിൽ ഓടിക്കാനായിട്ട്. അതാ പ്രശ്നം. പിന്നെ ഞാൻ അതില്ലാണ്ട് ഓടിച്ച് പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ കണ്ണൂര് 2 പ്രാവശ്യം പോയപ്പോഴത്തേനും ഇത് തലോണ വേണ്ട, അങ്ങനെ സെറ്റായി. പിന്നെ ഉണ്ടല്ലോ എന്താ വഴി ചെറുതായിട്ടൊന്ന് തെറ്റി. എന്താ അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്. എനിക്ക് എങ്ങനെ പോയാലും പനമ്പള്ളി എത്തുള്ളൂ. ഇവിടുന്ന് റൈറ്റ് അടിച്ച് നേരത്തെ എങ്ങനെ പോയാലും തമ്മനെത്തുന്ന ടീമായിരുന്നു. ഇപ്പൊ എങ്ങനെ പോയാലും പനമ്പള്ളി നഗറിലേക്കാണ് ഈ വണ്ടി പോവുക. ഇത് വണ്ടിയുടെ കുഴപ്പമാണ്, ഞാൻ കൊണ്ട് അല്ല അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ കുറെ കുഴപ്പങ്ങൾ. അതാണ് ഞാൻ പൊന്നിന്റെ കുഴപ്പമല്ലടി. ഇതെന്റെ മുടി നിക്കാത്ത റൈറ്റ് എടുത്തോടെ ചേട്ടാ. നിങ്ങൾ ഇത് എന്തെന്നാണ് എല്ലാരും കളിക്കുന്നത്? അതാ കുങ്കുമം പോയി. എവിടെ പോയി? കുങ്കുമം മൊത്തം ബാഗിൽ കൊട്ടി. എന്തൊരു ഇതില് അത് അടിച്ച് ഇല്ല, രക്ഷപ്പെട്ടു. ഇങ്ങനെ റെഡിയാവുന്ന തന്നെ എനിക്ക് ഇഷ്ടം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതാണ് ലാഭം, സമയ ലാഭം. ഇല്ലെങ്കിൽ ഞാനവിടെ കാത്തു നിൽക്കണം 1-2 മണിക്കൂർ. ഇത് 10 മിനിറ്റ്. പൊതുവേ ഞാനിങ്ങനെ ഒരുപാട് സമയം റെഡിയാകാൻ എടുക്കാത്ത കൂട്ടത്തിലെ ഒരു ഗേളാണ്. റൈറ്റ് അല്ലേ നമുക്ക്? റൈറ്റ് അല്ലേ? റൈറ്റ്. എങ്ങോട്ടാ പോണെന്താ? മറ്റേ ക്ലീനിങ് സാധനം മേടിക്കാൻ പഴയ ഫ്ലോറിന്റെ അവിടെ. വല്ല ഓണം. ഇതെന്തിനാ ഇത്ര ആൾക്കാരവിടെ പോകുന്നു? ഇന്ന് ഞായറാഴ്ച ആയിട്ട് വെറുതെ ഇരുന്നു ഇവിടെ വീട്ടില്. നമ്മളെപ്പോലെ ഞായറാഴ്ച പണിയെടുക്കുന്നവരാണെങ്കിലോ, നമ്മൾ ഞായറാഴ്ച മാത്രമേ പണിയെടുക്കാറുള്ളൂ. ഇതാണ് ഏറ്റവും ടാസ്ക്, ഐലൈനർ. വൈൽ വെയറിംഗ് ഐലൈനർ ഇൻ കാർ വെരി ഡിഫിക്കൾട്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സിഗ്നലിൽ വെയിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പഴയ ഡാൻസ് ഫ്ലോർ കണ്ടായിരുന്നു. ഒന്നും കാണിച്ചില്ല. നമ്മള് വ്ലോഗ് ഒന്നും എടുത്തിട്ടില്ല പഴയ ഡാൻസ് ഫ്ലോർ. അപ്പൊ പണ്ട് ഞാൻ ആ ഡാൻസ് സ്റ്റുഡിയോയില് ആ ഡാൻസ് സ്റ്റുഡിയോ എടുത്തിരുന്ന സമയത്ത് അത് അടിപൊളിയാക്കിയിട്ട് നമുക്ക് അതില് സ്റ്റുഡിയോ തുടങ്ങാം, അങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പ്ലാൻ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എൻട്രൻസ് അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പറ്റില്ല. കാരണം ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് യൂട്യൂബ് പ്ലസ് ഡാൻസ് സ്റ്റുഡിയോ ആക്കാനുള്ള നിവൃത്തിയില്ല. അപ്പൊ മൈൻഡിലെപ്പോഴും ഒരു തോട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് എന്നാള് ഇത് വെക്കത്തില്ല, കുറച്ചാൾ കഴിയുമ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പനമ്പള്ളി ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല അല്ലേ? പനമ്പള്ളി അത്ര വലിയ ദൂരമൊന്നുമില്ല. പനമ്പള്ളി ഇപ്പൊ നമുക്കൊരു ദൂരമായിട്ട് തോന്നില്ല, കാരണം നമ്മളിപ്പോ ഡെയിലി പോകുന്നോണ്ട് ദൂരമായിട്ട് തോന്നില്ല. പക്ഷെ ഡെയിലി പെട്രോൾ അടിക്കുമ്പോ അതൊരു ദൂരമായിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ? താങ്കൾക്ക് അത് തോന്നുന്നില്ലേ? പെട്രോൾ അടിക്കുന്നു സാരില്ല. അതാ നമ്മുടെ ഫ്ലോർ. താറിന് തന്നെ പെട്രോൾ വേണ്ടല്ലോ, എന്തിട്ടായിരിക്കല്ലോ നമ്മള്. tar.tv വാങ്ങിച്ചാലോ? tar.tv കുറച്ച് ക്ലീനിങ് സാധനങ്ങൾ വാങ്ങാം. ഞാനിപ്പോ കണ്ണെഴുതട്ടെ. ഇത് ആകാശത്തോട്ട്. ഓ ഇത് തിരിച്ചു വെക്കണം. കണ്ണെഴുതി കഴിഞ്ഞപ്പോ നമുക്ക് ഒരു വൃത്തി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഇനി വേറെ അങ്ങനെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. അയ്യോ എന്താണ് ഡാമേജ് ആയി പോയല്ലോ ചുണ്ട്. വിചാരിച്ച ഷേപ്പല്ലല്ലോ അത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റണില്ല. പക്ഷെ വീഡിയോ എടുക്കാത്ത സമയത്തില്ലേ അടിപൊളിയായിട്ട് വരും. ഇപ്പൊ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് രാവിലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോ തന്നെ എല്ലാം കളായിട്ട് കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഇത്ര ഡാർക്ക് അല്ല കേട്ടോ, ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ആണ്. ബട്ട് ഇത് കുറച്ച് ഡാർക്ക് ആയിട്ട് ഇവിടെ കാണുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്താ രമ്മൂട്ടം വാങ്ങിക്കണേ നോക്കാം. ഇത് വേണോ അത് വേണോ? ഇതൊക്കെ എന്തിനാ? ചൂലല്ലേ? ഇത് വേണോ? എന്താ വ്യത്യാസം? നീളമാണോ? നീളം കൂടി വാങ്ങിച്ചോ. ബക്കറ്റ് വേണം ഗൈസ്, നല്ല ബക്കറ്റ്, നീല ബക്കറ്റ്. നീല ബക്കറ്റ് എടുക്കാം അല്ലേ? നീല ബക്കറ്റ് എടുത്തോ. നീല ബക്കറ്റുമായി രാമു ഫൈനലി നീല കപ്പ് കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഗൈസ് എന്റെ മേക്കപ്പും കഴിഞ്ഞു, നമ്മൾ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞു. ചേഞ്ച് ഉണ്ടോ എനിക്ക്? കണ്ണെഴുതി കഴിഞ്ഞ് കഴിയുമ്പോ എനിക്കൊരു ചേഞ്ച് ഉണ്ടല്ലേ? രാമുണ്ട് ഞാൻ കണ്ണെഴുതുന്നതാണ് ഇഷ്ടം എപ്പോഴും. പക്ഷെ എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് ചേച്ചി കണ്ണെഴുതാത്തത് മേക്കപ്പ് ഇല്ലാത്തതാണ് നല്ലതെന്ന്. ഒരു മേക്കപ്പ് അല്ല,
എന്നാണോ താങ്കൾ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ കണ്ട് രസല്ലേ, രസാണ് കാണാൻ രസല്ലേ. ബാക്കിയാണ് എനിക്ക് ഇഷ്ടല്ലേ. ബാക്കി ഏതാ ഞാൻ ബാക്കി ഏതാ ചെയ്യാറുള്ള റീവ് പോലും ഇടാൻ സമ്മതിക്കില്ല വായി പോകുന്നു. ഓക്കെ, ബൈ ദ വേ ടോപ്പിക് ഇന്ന് വളർന്നു. നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് അറിയോ? ഹാർപിക്, ബ്രഷ്, ക്ലോത്ത്, ബക്കറ്റ്, മഗ്, സന്തൂർ, ബോട്ടിൽ, ഗാർബേജ് ബാഗ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വാങ്ങിച്ചേക്കണത്. നമ്മള് സ്റ്റുഡിയോ ക്ലീനിങ് നമ്മള് പുറത്തുനിന്ന് ഇപ്പൊ ഒരാളെ ഏൽപ്പിച്ചു. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ ആക്ച്വലി ചോദിച്ചു ഇതിപ്പോ എന്താ ഇത്ര ചീപ്പ്, മീൻസ് ഒരുപാട് ടെസ്റ്റ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ വന്നൊന്ന് അടിച്ചിട്ടാ പോരെ ഒന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല പൊടി കയറുന്നു സ്റ്റുഡിയോയിൽ അല്ലേ? അതെങ്ങനെയാ? ആൾക്കാര് പോകുന്നുണ്ട്. പിന്നെ ഫ്ലോർ ഷൂസ് ഒക്കെ തന്നെയാണ്. പിന്നെ മുടി അതൊക്കെ വരും, ഓട്ടോമാറ്റിക്കലി അത്രയും വരുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും രാവിലെ വന്നിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലാസ്സും കൂടെ എടുക്കാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വെച്ചോ. ഈ രാമുണ്ട് ഇതിനൊരു പ്രശ്നമുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടാലേ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കും. ആവശ്യമുള്ളതാണോ? പർച്ചേസിംഗ് പവർ ഇത്തിരി കൂടുതലാണ്. ആവശ്യമുള്ളതാണോ വാങ്ങുന്നത്? ആവശ്യമുള്ളതാണ്. കഴിഞ്ഞ ദിവസം ലുലു പോയിട്ടുണ്ടല്ലോ, ഒരാവശ്യമില്ല. ഞങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ കൂടെ വെറുതെ പോയതാ. അവര് TV വാങ്ങിക്കാൻ വേണ്ടി ലുലുവിൽ പോയതാ. അവരുടെ കൂടെ പോയിട്ട് ഞങ്ങള് 4000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നതാണ്. വെറുതെ തന്നാലും സാധനങ്ങളെല്ലാം എല്ലാം ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു. അത് കാണുമ്പോ പിന്നെ എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. എന്താണ് പഞ്ചസാര വീട്ടിലേക്ക് മേടിച്ച്, പഞ്ചസാര വീട്ടിലേക്ക് മേടിച്ച്, വീട്ടില് പഞ്ചസാര ഇല്ല മേടിച്ച്. പിന്നെയോ പറഞ്ഞേ ബോഡി ലോഷൻ ആരാ മേടിച്ചേ? ബോഡി ലോഷൻ ഞാൻ മേടിച്ചൊന്നുമില്ല. പിന്നെ നീ മേടിച്ച സാധനം? ഞാൻ ഒന്നും മേടിച്ചില്ല. ഒരു ഐറ്റംസേ മേടിച്ചിട്ട്. പിന്നെ അതിന് ഏറ്റവും വലിയ പൈസയുള്ള സാധനത്തിനുണ്ട് തല. ഈ സ്റ്റുഡിയോ എത്തണ വരെ മോസ്റ്റ്ലി ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കും, അങ്ങനെയാണ്. എന്താ പിന്നെ നിങ്ങളോട് തന്നെ സംസാരിക്കാം അല്ലേ? അതാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം ഇനി നിങ്ങളോട് സംസാരിച്ചാൽ കേൾക്കാലോ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ട് അത് ഫുള്ളാക്കിയില്ലായിരുന്നു. ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് അതായിരുന്നു ഞങ്ങളുടെ ടോപ്പിക്. ആക്ച്വലി ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ടോക്സിക് റിലേഷൻഷിപ്പ് പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്. ഈ ഫ്രണ്ട്ഷിപ്പില് ടോക്സിസിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ഒരു ഫ്രണ്ട് ഉണ്ടാകും, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. ആ ഫ്രണ്ടിന് വേറെ ആരോടും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. പിന്നെ നമ്മുടെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടി കാണുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങള്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ ഈ പ്രായത്തിനിടയ്ക്ക്? ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എന്ന് പറയാനൊന്നും എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഞാനത് ചൂസ് ചെയ്യാനുള്ള വേറൊരു കാരണം കൂടി എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓൾസോ ഫ്രണ്ട്ഷിപ്പ് ക്വാളിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമോട്ടൻ ആസ് എ ഫ്രണ്ട് ഇല്ലേ, അടിപൊളിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവൂലേ, നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരും, ഏത് ലെവൽ വരെ പോകും. ഇപ്പൊ നമ്മൾ എടാ വാ, ഈ പർപ്പസ് അറിയാതെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അതിലെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ടാണ് ഞാൻ. നമുക്കിപ്പോ ചില ആൾക്കാരെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷൻ തോന്നാറുണ്ട്, നമുക്കൊരു ഗട്ട് ഫീലിംഗ് തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാൻ തോന്നും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പിന്തിരിപ്പിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്റെ വൺ ഓഫ് ദി ഇൻറ്റ്യൂഷൻ ആണ് എന്റെ കൂടെ ഇരിക്കുന്നത്. എനിക്ക് രാമുണ്ടെ മീറ്റ് ചെയ്തപ്പോ തന്നെ എന്റെ മനസ്സിൽ ഇത് ദിസ് പേഴ്സൺ ഇസ് ഫോർ യു, ചെല്ല് മിണ്ട് സംസാരിക്കുക, അങ്ങനത്തെ സത്യം ചെല്ല് 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 എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് സംസാരിക്കാൻ. ടോപ്പിക് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ഇതിനെ പറ്റിയിട്ട്? അപ്പൊ സ്റ്റുഡിയോയിൽ ഇപ്പോ കറന്റ് എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. സ്റ്റുഡിയോയിലേക്ക് കയറാം. ഇതിപ്പം ഡേ ഇൻ മൈ ലൈഫിന്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ എന്റെ ഇന്നത്തെ ഫുൾ ഡേ. ദ ഡേ ഹൗസ് മൈ ഡേ ഇൻ കൊച്ചി. കൊച്ചിയിൽ എന്റെ ഒരു ദിവസവും പണ്ടാ വേഗം പോരെ. 10 മിനിറ്റ് ആയിട്ടില്ല നമ്മള് വീട്ടിൽ നിന്ന് എടുത്തേക്ക് എത്താൻ. അപ്പത്തേക്ക് ഇവളുടെ കണ്ടോ എനർജി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രയും ഫാസ്റ്റ് ആയിട്ട് റെഡി ആവുന്ന ഒരാളാണ്. ടൈം വേണ്ട. എത്തി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് മുമ്പില്
ഞങ്ങൾക്ക് മുമ്പിൽ സ്റ്റുഡിയോ തുറക്കുന്നതും അതെ, ഞങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാം ചെയ്യുന്നതും പണിയെടുക്കുന്നതും ഇവരാണ് ഗൈസ്. ഹായ്, ഇത് നമ്മുടെ പുതിയ പണിക്കാരാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയയില് നമ്മള് മണ്ടാല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടാല. ഇത് ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ ഫാത്തിമയും ഡോക്ടർ ഫാത്തിമയുടെ ഹസ്ബൻഡുമായ അഫ്സൽ. അയ്യോ സോറി ഗൈസ്, അജ്മൽ. അയ്യോ അഫ്സലാണ്, അതാര്? അപ്പോ ഫാത്തിമ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷെ പാവം അജ്മലാണ് ഗൈസ് പണിയെടുത്തോണ്ടേയിരിക്കുന്നത്. അതെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും തള്ളാൻ പറ്റുന്നില്ല. കഥ പറയുമ്പോ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സബ്സ്ക്രൈബർ ആണ്. ഇതെന്ന് തീരും? ഞാനത് തിന്നല്ലേ, ഓൾമോസ്റ്റ് തീരാറായി. ഇനി മേലത്തെ കൂടി അല്ലേ ഉള്ളൂ. യെസ്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാൾ ആർട്ട് കഴിയും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ദാ ക്ലാസ്സിലെത്തി. അപ്പോൾ കുട്ടികൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വന്നു, AC ഇട്ടു, പിന്നെ എയർ ഫ്രഷർ ഓൺ ആക്കി. എൻ്റെ ഷൂ അവിടെ കിടക്കുന്നുണ്ട്, ഷൂ ഇടാൻ പോവാണ്. രാമൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. രാമൂട്ടൻ ഈസ് ഹിയർ. അല്ല, ഇത് കാണിച്ചു കൊടുക്കാം, അത് കാണിച്ചു കൊടുക്ക്. അപ്പം നമ്മള് ഈ ഒരു ആർട്ട് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ആർട്ട് വർക്ക് ചെയ്തത് പുറത്തുനിന്ന് ഒരാളല്ല, അകത്തുനിന്നുള്ള ആളല്ലേ. യെസ്, അമ്മയാണ് കേട്ടോ ചെയ്തത്. അമ്മ നമ്മൾ കണ്ണൂർ പോയ സമയത്ത് ഇവിടെ വന്നിട്ട് ചെയ്തതാണ്. ജസ്റ്റ് ഒരു ഹാഫ് ഡേ കൊണ്ട് വേഗം ചെയ്തതാ. ഇത്രയും എന്താ ചുമ. ഓക്കെ, സ്വാഭാവികം. ചുമയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ കൊണ്ട് റീല് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ റീല് ഷൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 1:30 ആയിട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്കൊരു ആഡ് ഷൂട്ട് ചെയ്യാനുണ്ട് സ്റ്റുഡിയോൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെല്ലാം പോയി ഫ്രീ ആയി. അപ്പോൾ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തു, ഒരു സാരി ഉടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റുഡിയോനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആഡ് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ക്യാമറമാൻ ഗാരി അവിടെയുണ്ട്. ഹായ് ഗൈഷ്. യെസ്, അപ്പോൾ നമ്മളിതാ ആഡ് ഷൂട്ട് ചെയ്യാണ്. തന്നെ ആഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഉച്ചവരെയുള്ള പരിപാടി ആക്ച്വലി ഇതാണ്. ക്ലാസ് ഉള്ള സമയത്ത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി ഫുഡ് കഴിക്കലാണ്. പക്ഷേ ഇന്നിപ്പോൾ ഷൂട്ടുള്ളത് കൊണ്ട് നമ്മൾ ഷൂട്ടും കൂടെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത്. വീടിപ്പോൾ ജസ്റ്റ് അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ എടുത്തിട്ട് വരാറില്ല. വല്ലപ്പോഴും ഇനിയിപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരും ഫുഡ്. അപ്പോൾ ഇന്നിപ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ആഡ് എടുക്കട്ടെ ഗൈസ്. കോണ്ടന്റ് ക്രിയേറ്റർ രാമൂട്ടൻ എൻ്റെ അടുത്ത് പറയാണ്, മഴ പെയ്യട്ടെ, മഴയത്ത് വീഡിയോ എടുക്കാമെന്ന്. കാണുന്നില്ല, രാമൂട്ടൻ കൊണ്ട് തേക്ക് വരുമോ? ഫ്ലിക്കറിങ് വരുന്നിടക്ക്. മഴ വരട്ടെ, മഴയത്ത് വീഡിയോ എടുക്കാമെന്ന്. ഇനിയിപ്പോൾ ഞാൻ മഴ വന്നെ വരെ വെയിറ്റ് ചെയ്യണോ ചേട്ടാ? അതെ ഗൈസ്, നമ്മൾ മൺസൂൺ ഓഫേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്റ്റുഡിയോയിൽ മൺസൂൺ സ്പെഷ്യലായിട്ട് പല ഡാൻസ് ഫോംസിനും സ്പെഷ്യൽ ഫീസ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സസിനും അതൊക്കെ അവൈലബിൾ ആണ്. അല്ലേ രാമുട്ട? നീയല്ലേ പ്രൊപ്പറേറ്റർ രാമു? പ്രൊപ്പറേറ്റർ രാമു. പിന്നെ ഇല്ലാണ്ട് ഞാൻ റെഡിയായി വന്നപ്പോ എന്നോട് പറയണാണ് മഴയത്ത് എടുത്താൽ മതി. ഈ ഹൈറ്റ് ഉള്ളവരെ കെട്ടിയതാ പ്രശ്നം. കഴുത്തോടിക്കാനല്ല പറഞ്ഞത്, നെഞ്ചിടിപ്പ് എടുക്കണം. വയറ്റില് മേക്കപ്പ് ആവുള്ളൂ. പക്ഷെ ആടെടുപ്പൊന്നും നടന്നില്ല. ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ മഴ പെയ്തിട്ട് അത് ഷൂട്ട് ചെയ്യാന്ന്. എന്തായാലും റെഡി ആയത് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റീലൊക്കെ എടുക്കാം. അങ്ങനെ ഞാൻ റീലൊക്കെ എടുത്തു കേട്ടോ. അതാ ഗൈസ്, ഞാൻ ഈ സാരി ഉടുത്തിട്ട് എന്നെ കൊണ്ട് ആഡ് ചെയ്യിച്ചില്ല. രാമൂട്ടാ
ഞാനെന്ത് ചെയ്യാനാ, മഴ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ലാപ്ടോപ്പ് അടച്ചു, കമ്പ്യൂട്ടർ അടച്ചു. ഗൈസ് നമ്മുടെ പുതിയ മോണിറ്റർ. ആ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ മോണിറ്റർ. നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ നമുക്ക് എഡിറ്ററിനെ കിട്ടിയിട്ടില്ല. നമ്മൾ എഡിറ്ററിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു എഡിറ്ററിനെ. വി ഹാവ് ഫ്രീലാൻസ് എഡിറ്റേഴ്സ്, പക്ഷെ നമുക്കൊരു ഇൻ ഹൗസ് എഡിറ്ററിന് വേണം. നല്ല മോണിറ്റർ ഉണ്ട് ഗൈസ്, വലിയ മോണിറ്റർ ഉണ്ട്. സോ ഗൈസ്, ഡു യു ഹാവ് കോൺടാക്ട്സ്, എഡിറ്റേഴ്സിന്റെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ, ഓർ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, യൂട്യൂബ് വ്ളോഗ്സ്, അറിയാലോ എൻ്റെ കോണ്ടന്റുകൾ എന്തൊക്കെയാണ്, എഡിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോവാണ് ഫുഡ് കഴിക്കും. വിശന്നിട്ട് വയ്യ, എന്തായാലും മഴ വരുന്നില്ല, അപ്പൊ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാം. ബാങ്കിൽ പോകാനുണ്ട്, കുറച്ച് പണികളുണ്ട്. ഓക്കെ, ശരി. ഇന്ന് കണ്ണൂര് പോകുന്നുണ്ടോ? നമ്മളിന്ന് രാത്രി കണ്ണൂർ കൂടെ പോവാണ് ഗൈസ്. ഇതൊക്കെ എന്നാണ്? വാ കഴിക്കട്ടെ. ഇങ്ങോട്ട് വല്ലതും പോയാലും ഇനി ഇങ്ങോട്ട് വല്ലതും വരുള്ളൂ. കണ്ണാടി നേരത്തെ പറഞ്ഞ് തിരിച്ചു നോക്ക. എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? എന്താണ് സ്നിക്കേഴ്സിൽ തോറ്റ വേണ്ടകള്? വിശന്ന് കഴിഞ്ഞ ബാങ്ക് പോയിട്ട് ടപ്പേ അല്ല, ഞായറാഴ്ച ബാങ്കില്ലല്ലോ. അപ്പൊ നേരെ വീട്ടിലേക്ക് കിട്ടോ, ഫുഡ് കഴിക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പൊ നമ്മളിതാ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അതെന്താന്നറിയോ, ഫുഡ് കഴിക്കണേന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെന്നപ്പോ തന്നെ അമ്മയ്ക്ക് തലവേദനയായിരുന്നു. അപ്പൊ എന്നോട് മുട്ട വറക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സാരി ഊരിയിട്ട് കംഫി ആയതാ. അപ്പൊ ഡ്രസ് ചേഞ്ച് ചെയ്തു. പിന്നെ ആ സാരി എടുത്തില്ല, നമ്മള് വേറെ സാരി, ഈ ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷൻ. ഇതും അമ്മയുടെ സാരി തന്നെയാണ്. ഈ സാരി എടുത്തോണ്ട് വന്നു. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അപ്പൊ ഫുഡ് കഴിച്ച് അഗെയിൻ ബാക്ക് ടു സ്റ്റുഡിയോ. നമ്മളിങ്ങനെ വിചാരിച്ചു ബൈക്ക് എടുത്താലോ എന്നിങ്ങനെ വിചാരിച്ച്, പക്ഷെ നല്ല കലക്കം മഴ വരുന്നുണ്ട്. കാരണം മഴ കാരണമാണ് നമ്മള് ഷൂട്ട് ചെയ്യാതെ ഇങ്ങോട്ട് വന്നത്. മഴ ഇനി പെയ്തില്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഡാൻസ് ക്ലാസ്, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ജീവ വരും. ടിബിനും വരും. നമ്മളൊരു റീല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അതിനുള്ളിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ തീർക്കണം. എനിക്കറിയാൻ പാടില്ല 24 മണിക്കൂറൊക്കെ നമ്മുടെ ഒരു 24 മണിക്കൂർ എങ്ങനെയാണെന്ന് കാണട്ടെ ആൾക്കാർ. ഞാൻ അന്ന് ഇങ്ങനെ ഉടുപ്പ് മാറിക്കൊണ്ടിരിക്കണം, ഞാൻ ഓടിക്കൊണ്ടിരിക്കണം, ഞാൻ ഉടുപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതാ ഗൈസ്, പൊടിമഴയായി വന്നു നീ, പുളകം കൊണ്ടു പൊതിഞ്ഞു നീ, ഒരേ മനസ്സായി. ഗൈസ്, ഞാൻ എന്താ സാരി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു ഡ്രസ്സിൽ ആഡ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് വേഗം തന്നെ തീർക്കണം, കാരണം ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അങ്ങനെ വേഗം പച്ചപ്പിയട്ടെ. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വേഗം തന്നെ ഫാസ്റ്റായിട്ട് ആഡ് ഷൂട്ട് ചെയ്ത് തീർത്തു കേട്ടോ ഗൈസ്. സോ ഗൈസ്, നമ്മളിതാ ആഡ് എടുത്ത് കഴിഞ്ഞു. ആഡ് വേഗം ചടപടാന്ന് എടുക്കേണ്ടി വന്നു കേട്ടോ, കാരണം എനിക്ക് 5 o'clock ക്ലാസ് ആണ്. സോ 4:50 ഒക്കെ ആയപ്പോൾ ഞാൻ നിർത്തി. ഇതാ ഇപ്പോൾ ക്ലാസ്സിന് കയറി, പക്ഷേ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തിട്ടില്ല. യെസ്, മൈ സ്റ്റുഡൻറ്റ് ഇസ് ദർ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തിട്ട് കാണാം. ബൈ ബൈ. സോ ഹൗ വാസ് ദ ക്ലാസ്? ആർ യു ഹാപ്പി? ഓക്കെ അക്ഷര, അപ്പോൾ താങ്ക് യു, ബൈ. ലെറ്റ്സ് സീ അനദർ ക്ലാസ്. ഓക്കെ, ബൈ ബൈ ഡാ. ശരി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് 8 മണിക്ക് ഒരു ക്ലാസ്സും കൂടെ ഉണ്ട് കേട്ടോ. ജീവൻ ടീമിനൊക്കെ ഇപ്പോൾ വരും. ദെൻ അതിൻ്റെ റീൽ എടുക്കണം, ചായ കുടിക്കണം, ക്ലാസ് എടുക്കണം, വീട്ടിൽ പോകണം, ആൻഡ് ചിലപ്പോൾ കണ്ണൂർ പോകും. ഇവന്റെ പ്രശ്നം എന്നാ? എന്തേ വരട്ടെ, അയ്യോടാ നാണം കുടുങ്ങി. ഏതാണ്? അപ്പോൾ ജീവൻ ടീമിനും വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി റീൽ എടുക്കാൻ പോവാണ് ഗൈസ്. അഭിനയിച്ചോ? ആ പാട്ടുണ്ട്, അഭിനയിച്ചോ? ആരാ ഇവന് ഏതവൻ? ആരടാ? ഇവന്റെ ബാക്കിലാണ് കഴിച്ചു നമ്മൾ.
അങ്ങനെ ഞാനും ടിബിനും വേഗം തന്നെ റീലെടുത്തു. ഇനി ഞാൻ രാമൂട്ടനെ കൊണ്ട് 2 സ്റ്റെപ്പ് ചെയ്യിക്കാനുള്ള ട്രെയിനിങ്ങിലാണ് ഗൈസ്. ഹുസ്ന് കളിക്കാലോ രാമൂട്ട. ആ മേരെ ഹുസ്ന് മേരെ ഉസലാംപട്ടി ഉസലാംപട്ടി പെൺകുട്ടി മുത്തുപ്പേ. എന്റെ യൂട്യൂബ് കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനിടയിലൂടെ ടിബിൻ ജോസഫ് മാറിക്കൂ ഗൈസ്. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഈവനിങ് എത്തിയിരിക്കുകയാണ്. ജീവ റോസ് കോലഞ്ചേരി വൈകിട്ടായപ്പോക്കാർ വന്നു. വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ വരും ഓരോരുത്തരും ഇങ്ങനെ വെറുതെ ഒരു പണിയും ഇല്ലാണ്ട്. സോ നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന്. അല്ലേ രാമൂട്ടൻ ബിഹൈൻഡ് ദ ക്യാമറ. ഗൈസ് ഞങ്ങൾ പുതിയ വീഡിയോയ്ക്കുള്ള പ്ലാനിങ് ആണ്. അപ്പം നമ്മൾ അതിന് മുന്നേ ചായ കുടിക്കുന്നത് മഞ്ഞയിലേക്ക് വന്നിട്ടാണ്. ഇതാണ് മഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടെ നയ്യന്താര ബിരിയാണി കഴിക്കാൻ വന്നത്. മാറിയുന്നേ എന്താണ് ചക്കോ? എനിക്ക് ഒരു ലൈറ്റ് ഞാൻ പറഞ്ഞോളാം. കോഫിയാ? കോഫി കയറി. ഓക്കെ ചായ. ഒരു ലൈറ്റ് ചായ, 2 ലൈറ്റ് കോഫി. നിനക്ക് ചായ? ആ ഓക്ക് നോർമൽ ചായ, ഒരു സ്ട്രോങ് വിത്തൗട്ട് ചായ. നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു മിക്സ്. 2 കോഫി വേണോ? അതിലൊന്ന് ലൈറ്റ് ആയിരിക്കും. 2 ലൈറ്റ് കോഫി. ബാക്കി എന്തെങ്കിലും നോക്കിയെടുത്തില്ലെങ്കിൽ അടിപൊളിയാവും. പിന്നെ കഴിക്കാൻ കൊഫ്ത. എനിക്കൊരു കൊഫ്ത. എനിക്കോ സാധനമൊക്കെ തീർന്നു. എൻ്റെ വീട്ടിലാണല്ലോ കൂടുതൽ തീർന്നത്. മഞ്ഞയിലെ കൊഫ്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊഫ്തയും ലൈറ്റ് ചായയും. പക്ഷെ ഞാൻ ഇന്ന് ലൈറ്റ് കോഫിയാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ 2 പഴംപൊരി. എനിക്ക് ആരെങ്കിലും പഴംപൊരി വേണോ? അപ്പം 2 പഴംപൊരി. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാണ് ഗൈസ്. ഇതെന്താ ഒരു യുദ്ധം കഴിഞ്ഞതോ? എവിടെ രാമു? അതാ ഇനിയും വിശക്കണെന്ന്. ഒരു കട മൊത്തം നിന്നിട്ടോളം ഇറങ്ങി വരലാണ്. നീയാ തിന്നേന്ന്. ഈശ്വര ഗൈസ്, ഇവിടെ ഒരാവശ്യമില്ല ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ് ആണ്. എന്താണ്? മലക്കപ്പാറ. മലക്കപ്പാറ. ഐ ഹേർഡ് ദിസ് സംവെയർ. മലക്കപ്പാറ അത് മൂന്നാർ പോണ റൂട്ടാണോ മലക്കപ്പാറ? മസാജോ? മസാജ് എന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ടിവിന്റെ പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. എനിക്ക് ശരിക്കും 8 മണിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റുഡൻറ്റിന് സുഖമില്ല. അപ്പോൾ വയ്യാത്തതിന് പേഴ്സണൽ ട്രെയിനിങ് തന്നെയായിരുന്നു. അതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ക്ലാസ് നാളത്തേക്ക് പോസ്റ്റ്പോണായി. നാളെ ഇനി കണ്ണൂരിൽ ചെന്നിട്ട് വേണം ക്ലാസ് എടുക്കാനായിട്ട്. കാരണം നമ്മളിന്ന് രാത്രി പോകാമെന്നാണ് വിചാരിച്ചത് കണ്ണൂർ. പക്ഷെ നമ്മൾ നാളെയാണ് പോകുന്നത്. നാളെ നമ്മളൊരു ഏർലി മോർണിംഗ് 5 മണിക്ക് പോകും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സോങ് പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എടുക്കണം. കാരണം അത് ഇപ്പോൾ എടുത്താൽ മാത്രമേ എനിക്ക് നാളെ കണ്ണൂർ പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് ക്യാമറയിൽ എടുക്കണമല്ലോ. അവിടെ ചെന്ന് അതിന് ക്യാമറ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ വർക്കും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി ഷൂട്ട് ചെയ്യണം. സോ ഞാൻ സ്റ്റെപ്സ് പഠിച്ചിട്ടില്ല. ഡാൻസ് റീൽ തന്നെയാണ്. അപ്പം ഞാൻ വേഗം സ്റ്റെപ്സ് പഠിക്കട്ടെ കേട്ടോ ഗൈസ്. എന്നിട്ട് അതും കൂടെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സിമ്പിൾ കൊറിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് ഞാൻ പഠിച്ചു. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞു ഗൈസ്. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. എൻ്റെ ഡ്രസ്സിങ് റൂമിലെ ഇതാണ് ഇന്നത്തെ അവസ്ഥ. 5 ഡ്രസ്സാണ് ഞാൻ ഇന്ന് മാറിയത്. അല്ല 5 ഡ്രസ്സല്ലേ ഇട്ടുകൊണ്ട് വന്നത്. 2 സാരി, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പിങ്ക് നീല ഡ്രസ്സ്, ഒരു പച്ച ഡ്രസ്സ്, പിന്നെ അതായി ഇപ്പം ഇടാൻ പോകുന്ന ഒരു ഡ്രസ്സും കൂടെ ആകുമ്പോൾ 5 ഡ്രസ്സ് കോസ്റ്റ്യൂം ചേഞ്ചസ് ആണ്. അപ്പം ഞാൻ 5ാമത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേഗം പോയി റീൽ എടുക്കട്ടെ കേട്ടോ ഗൈസ്. 4 പുറത്തു പോകുന്നില്ല.
ആരും ഓർത്ത് പോകുന്നു. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാം ഗൈസ്. എന്നാ ആക്ച്വലി കുറച്ച് ടയേർഡ് ആയിരുന്നു, കാരണം ഇന്ന് 2 ക്ലാസ്സസും പിന്നെ റീൽ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കുറച്ച് ടയേർഡ് ആയിരുന്നു. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ ആക്കിയിട്ട് ഒരുപാട് ടേക്കൊന്നും പോയില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്താ അവസാനിക്കുക പോവുകയാണ്. എന്താ പയ്യന്നൂരെത്തണ്ടേ? ആ, പയ്യന്നൂർ. എത്ര മണിക്കാ ട്രെയിൻ? ട്രെയിൻ എത്ര മണിക്കാ? ട്രെയിൻ ഒരു 1:30. ബുക്ക് ചെയ്യണ ട്രെയിൻ, അതാണ് കോമഡി. അതാ ആ അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ ഇനി ഫ്രണ്ട്സിന്റെ വീട്ടിൽ മോസ്റ്റ്ലി പോവാറുണ്ട്. എൻ്റെ ഫ്രണ്ട് അശ്വതി, അവളുടെ വീട്ടിൽ നമ്മൾ മോസ്റ്റ്ലി പോകുന്നതാണ് നമ്മുടെ ഒരു ദിവസത്തെ പ്ലാൻ അല്ലേ. ആക്ച്വലി അങ്ങനെയാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ പയ്യന്നൂർക്കാണ് പോകുന്നത്. കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. സമയം മനസ്സിലാവുന്നില്ലല്ലോ എത്ര മണിയാണെന്നത്. എത്ര മണി വരാൻ കൂട്ടാ? 10 ആവാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് മോസ്റ്റ്ലി സ്റ്റുഡിയോന്ന് ഇറങ്ങാറ്. 10 o'clock വന്നിട്ട് 10 o'clock ഇറങ്ങുക. അതാണ്. അതുപോലെ നമ്മുടെ മാൻതാള ആർട്ട് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റുകൾ വീട്ടിൽ പോയിട്ടോ. അവരും കുറച്ചു നേരം മുന്നേ പോയത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോൾ ഇറങ്ങിയുള്ളൂ. വന്നു കഴിഞ്ഞാൽ അത്രയും ടൈം എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പം ഏകദേശം 4-5 days ആയി തോന്നല്ലേ. എനിക്ക് തോന്നുന്നു ഈ 2-3 ദിവസത്തിനുള്ളിൽ ഇതും ഫിനിഷ് ആകും. ദെൻ വി ഹാവ് എ വെരി വെരി നൈസ് ഫ്രെയിം. നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ല ഫ്രെയിം ഉണ്ടാവും. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. അല്ല, ഇനി പറയാൻ പറ്റില്ല. ഇനി വീട്ടിൽ പോവാൻ. അതാ പറഞ്ഞ ട്രെയിനിൽ കയറിയിട്ട് കാണാമെന്ന്. എന്തൊക്കെയോ മാനേജർ ആകെ പ്രാന്തെടുത്തിരിക്കുകയാണ് എന്താ ചെയ്യണ്ടേ നോക്കിയിട്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ഇനി കാണാം. ഗായ്സ്, അപ്പൊ നമ്മള് സ്റ്റുഡിയോന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ ട്രിപ്പ് ഗ്യാരണ്ടിയിൽ ടിക്കറ്റ് ഇല്ല. എന്ത് നോക്കിയിരിക്കണായിരുന്നു രാമൂട്ട? എന്താ ഞാൻ റീൽ എടുത്തോണ്ടിരിക്കണായിരുന്നില്ലേ രാമൂട്ടനെ? അവിടെ എന്ത് ചെയ്യണായിരുന്നു? 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഈ രാമൂട്ടൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. ആ സമയത്ത് ബുക്ക് ചെയ്തൂടെ? എന്നിട്ട് എന്റെ IRCTC ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ഫോൺ എടുക്കണ്ടേ? നിന്റെ ഫോണിലല്ലേ നീ റീൽസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്തായിരുന്നു? അപ്പൊ വെറുതെ ഇരുന്ന റീൽസ് കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്ന. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ നീ ആ തലയാട്ടി അപ്പൊ എന്തായെന്നറിയോ ഗായ്സ്, നമുക്ക് കണ്ണൂർ പോകാൻ പറ്റില്ല. നമ്മൾ എന്നിട്ട് ഇപ്പൊ ബസ് നോക്കി. പാതിരാത്രിക്ക് നമുക്ക് ബസ്സിന് പോകാൻ വേണ്ടിട്ട് നമ്മൾ ബസ് നോക്കി. പക്ഷെ നടക്കണില്ല. രാവിലെ ഏർലി മോർണിംഗിന് ട്രെയിനോ ബസ് ഉണ്ടോ നോക്കി, അതും ഇല്ല. വിചാരിക്കണ കാറും കൊണ്ട് പോവാന്ന്, ബൈക്കിന് പോവാന്ന് വിചാരിച്ചു. പക്ഷെ ജാക്കറ്റ് ഇതേ ബാംഗ്ലൂർ വെച്ചിട്ട് വന്നേക്കുന്നു. അപ്പോ ബൈക്കിനും പോവാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യാൻ? നമ്മള് എറണാകുളത്തിരിക്കും. ആക്ച്വലി ഏട്ടൻ സൗദിയിലേക്ക് തിരിച്ചു പോവാണേ. അപ്പൊ നമുക്ക് എന്തായാലും പോണം. അതാണ് വേറൊരു ടാസ്ക്. അതാണ് നമ്മള് ഇന്നിപ്പോ ഇത്രയും ഹെക്ടിക് ആയിട്ട് പോലും നമ്മൾ ഇന്ന് തന്നെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു കാര്യം അതായിരുന്നു. എനിക്ക് വിശക്കണം, ഇങ്ങോട്ടേക്ക് വഴിയില്ല. അത് ഡെഡ് എൻഡാ. ബാക്കടിച്ചോ. ഇത് വേണ്ടിട്ട് ഒരു വഴി അറിയാൻ പാടില്ല. എത്ര നാളെന്നറിയ ഇവിടെ നിൽക്കണം എറണാകുളത്ത്. വഴി ഒന്നും അറിയില്ല ഗൈസ്. അപ്പൊ നമ്മള് വിചാരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് ഈ ഡേ എന്താ ഇവിടെ അവസാനിക്കാത്തത്? ഞങ്ങളതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ കുറച്ചേരം ഇങ്ങനെ ട്രാവൽ ചെയ്യാനെങ്ങാനും കാറിൽ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഡേ ഇങ്ങനെ തുറന്നോണ്ടേ ഇരിക്കും ഗൈസ്. ഇത് രാമുന്റെ പ്ലാനിങ്ങിന്റെ കുഴപ്പമാണ്, അല്ലാണ്ട് എന്റെ പ്രശ്നമല്ല ഇത്. വൃത്തി അറിയാം. പാളി പോകുമ്പോ എല്ലാം എന്റെ പ്രശ്നമാണ്. ട്രെയിനില്ല, ബസ്സില്ല. നാളെ രാവിലെ പോലും ട്രെയിനില്ല. ട്രെയിൻ ഉണ്ടോ രാവിലെ? ഞാൻ പോകുന്ന ട്രെയിൻ ഏതാന്ന് നമുക്ക് ഓർമ്മയില്ല. രാവിലെ ട്രെയിനിന് പോകാറില്ല. 5 മണിക്ക് ഒരു ട്രെയിൻ. അതേതാ ട്രെയിൻ? ആ ട്രെയിൻ കാണുന്ന പോലല്ലോ. നോക്കിയേ. ഇനിയിപ്പോ ജനറൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ജനറൽ അല്ലാണ്ട് അതിന് ജനറൽ ഇല്ല. അതിന് നാളെ എന്താ ദിവസം? മൺഡേ. ഒട്ടും സീറ്റ് ഉണ്ടാവൂല. അപ്പൊ ഗൈസ്, നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ. എന്നിട്ട് പറയാട്ടെ എന്താ തീരുമാനം. ഗുഡ് നൈറ്റ് പറയാന്ന് വിചാരിച്ചാൽ തീരണൂല്ലേ ദിവസം.
അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ട് കാറ് വെച്ചിട്ട് ഇതാ ബൈക്ക് എടുത്തു വന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹെൽമെറ്റും പിടിച്ചോണ്ട് എങ്ങനെ പോണു? ട്രെയിനിൽ ഹെൽമെറ്റാനാണോ ഗൈസ്? നമ്മൾ ടിക്കറ്റ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കണാണ്. ഓൺലൈൻ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ രാമുട്ടൻ പറയണോ ഓഫ്ലൈൻ വന്നതിന് ചിലപ്പോൾ കിട്ടും. ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്താ ചോദിച്ചത്? എന്താണ് മറ്റേ വേർ ഇസ് മൈ ട്രെയിനിൽ കാണാത്തത് എന്താണ്? ഇവിടെ വന്ന് കള്ളത്തരം പറയരുത്. ഞാനിപ്പോ പൊട്ടിക്ക് ഇവിടെ ട്രെയിനില്ലെങ്കിൽ നമ്മള് ബാഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താ കണ്ട ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. കണ്ടാ ഹെൽമെറ്റ്, ബാഗൊന്നും ഇല്ലാണ്ട് വെറുതെ വന്നേക്കണാണ്. നോക്കട്ടെ ഗൈസ്. ഈശ്വര, ഇതൊരു വലിയ ഡേ ആണല്ലോ. നൈറ്റ് ആയിട്ട് നമ്മുടെ ഡേ ഇതുവരെ കഴിഞ്ഞു. ലെറ്റ്സ് സീ ഗൈസ്, ടിക്കറ്റ് കിട്ടുമെന്ന്. കിട്ടി ഗൈസ്. ഗൈസ് ടിക്കറ്റ് കിട്ടി. എന്തായിരുന്നു ഡയലോഗ്? കണ്ടാ ഫ്ലിപ്പ് കണ്ടാ? ഫ്ലിപ്പ് കണ്ടാ? ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ല. നിനക്ക് നോർത്തും അറിയില്ല സൗത്തും അറിയില്ല. ഇവക്കൊന്നും അറിയില്ല. അതെ, നോർത്ത് വർദ്ധന എത്തിച്ച അൺറിസർവ്ഡ് ടിക്കറ്റാ. അതാ റിസർവേഷൻ ചെയ്യാൻ വന്നിട്ട്. അയ്യോ, ഇനി നമുക്ക് 2:15 ട്രെയിൻ. ഇനി ആ ട്രെയിൻ പിടിക്കണം നമ്മള്. അങ്ങനെ ഇപ്പൊ 12 മണിയോടെ ആയിട്ടില്ല. ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മളിതിന് ഫുഡും കൂടി കഴിച്ച് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ടൈം ആവും. അപ്പോഴത്തേക്ക് നമ്മൾ എന്താക്കും നമ്മള് അന്നേരോ. അപ്പൊ ഇനി കഴിക്കുമ്പോ പറയാട്ടാ. ദെൻ നമ്മൾ സുരേഷേൻ്റെ തട്ടുകടയിൽ പോയിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കഴിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി വണ്ടി വെച്ചിട്ട് ബാഗ് എടുത്തിട്ട് വന്ന് ട്രെയിൻ കയറിയിട്ടോ ഗൈസ്. അങ്ങനെ വൺ ഓഫ് ദി ബിസി ഡേ ഇൻ അവർ ലൈഫ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡേ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹലോ 5 മിനിറ്റാ.